ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ഇപ്പോൾ നടക്കുന്നത് ആഭ്യന്തരമായ കാര്യങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരു പ്രതികരണം നടത്തുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരിവെക്കുകയാണ്. ഞാൻ പറയാറുണ്ടല്ലോ, ഞങ്ങൾ പറയുന്ന പല കാര്യവും നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കാറില്ല. ഈ CPM-നെ പൂർണ്ണമായി ജീർണത ബാധിച്ചിരിക്കുകയാണെന്നും അതൊരു തകർച്ചയിലേക്ക് പോവുകയാണെന്നും ഞങ്ങളല്ലേ പറഞ്ഞത്, പ്രതിപക്ഷമല്ലേ പറഞ്ഞത്. ആ തകർച്ചയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം പാർട്ടി അണികൾ സംതൃപ്തരല്ല. പാർട്ടിയിലെ താഴെ തട്ടിൽ മുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല കമ്മ്യൂണിസ്റ്റുകാർ സംതൃപ്തരല്ല. അപ്പോൾ അവരത് പ്രതിഷേധിക്കും സ്വാഭാവികമായിട്ട്. അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ പാർലമെന്റ് ഇലക്ഷനിലും ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നല്ല കമ്മ്യൂണിസ്റ്റുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. സംശയം എന്താ? ആ വാർത്ത തെറ്റാണ്. കാരണം ഒരു തരത്തിലുള്ള ചർച്ചയും കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായിട്ട് നടത്തിയിട്ടില്ല. ജോസ് കെ മാണി പറഞ്ഞാണ് കറക്റ്റ്. ഒരു തരത്തിലുള്ള ചർച്ച നടത്തിയിട്ടില്ല. ചർച്ച നടത്തിയ ഞങ്ങളറിയണ്ടേ? UDF നേതൃത്വത്തിലിരിക്കുന്ന ആളുകളല്ലേ ഞങ്ങളറിയാതെ വേറൊരു ഘടകകക്ഷിയുടെ ചർച്ച ചെയ്യും. അദ്ദേഹം ഇപ്പോൾ LDF നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. എന്തിനാ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസ്യതയെ ഞങ്ങൾ ചോദ്യം ചെയ്യണം? ഞങ്ങളല്ല ആ വാർത്തയുടെ പുറയിൽ. ഞങ്ങളങ്ങനെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ വിശ്വാസ്യത തറക്കുന്ന രീതിയിലുള്ള പ്രചരണം ഞങ്ങൾ നടത്തില്ല. ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ ആലോചിക്കാം. ഇപ്പം അതില്ല. ഇപ്പം അദ്ദേഹം ഇടതുപക്ഷത്തിലാണ് നിൽക്കുന്നത്. ഓരോരുത്തർക്കും ഒരു അഭിപ്രായമില്ലെന്ന് ഞാൻ അതിനെല്ലാത്തിനും മറുപടി പറയണതിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. നമ്മളെന്തിനാ എല്ലാത്തിനും അഭിപ്രായം പറയണ? രാഷ്ട്രീയത്തിൽ കുറേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ഗൗരവത്തോടു കൂടി ഒരു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കളെ കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ CPM-ന്റെയും BJP-യുടെ നേതാക്കളെ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ? അല്ല, അതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കാണാൻ പോണ പൂരം നമ്മൾ നേരത്തെ പറഞ്ഞറിയിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഞങ്ങളുടേതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാടെടുക്കുന്ന പ്രസ്ഥാനമാണ്. അത് UDF-ഉം ഒരു തരത്തിലും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. ഞങ്ങളുടെ മതേതര നിലപാടും ഞങ്ങളുടെ ജനാധിപത്യപരമായ ഒരു പൊസിഷനിങ്ങും ഞങ്ങൾ ഒരു കാലത്തും ജയിക്കാൻ വേണ്ടിയിട്ടോ ലാഭത്തിന് വേണ്ടിയിട്ടോ ഞങ്ങൾ വെള്ളം ചേർക്കില്ല. അതിനോട് ആകൃഷ്ടരായി ആളുകൾ വന്നാൽ അപ്പം നമ്മൾ ആലോചിക്കാം, സംസാരിക്കാം. ഞങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ആളുകളുടെ പുറകെ നടന്ന് അവരെ കോൺഗ്രസിലേക്കോ UDF-ലേക്കോ കൊണ്ടുവരാനൊന്നും ഞങ്ങൾ ശ്രമിക്കുന്നില്ല. വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. അങ്ങനെ ധാരാളം സ്ഥലത്ത് വരുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ആലുവയിൽ എത്രയോ പേര് കോൺഗ്രസിൽ ചേർന്നു CPM-ൽ. തൃപ്പൂണിത്തുറയിൽ ഉദയംപേരൂരിൽ CPM-ന്റെ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡിൽ നിന്ന് 73 പേരാണ് കോൺഗ്രസിൽ ചേർന്നത്. ഇഷ്ടംപോലെ ആളുകൾ ചേരുന്നുണ്ട്. വലിയ നേതാക്കന്മാർ മാത്രമല്ല, താഴെത്തട്ടിലുള്ള ധാരാളം പ്രവർത്തകർ കോൺഗ്രസിലേക്കും UDF-ലെ മറ്റ് ഘടകകക്ഷികളിലേക്കൊക്കെ ധാരാളം പേര് വരുന്നുണ്ട്. നാച്ചുറലാണ്. അത് സംഘടനാപരമായ കാര്യങ്ങൾ KPCC പ്രസിഡന്റ് സംസാരിക്കും. അത് ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പറഞ്ഞു. വൈദ്യുതി ബോർഡ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലാക്കി. എന്നിട്ട് അതിൻ്റെ കടം കുറച്ചു കൊണ്ടുവന്നു. 20 പൈസ യൂണിറ്റിന് കുറച്ചു കൊടുത്തു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. ഞങ്ങൾ അധികാരത്തിൽ നിന്ന് 2016 ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിൻ്റെ കടം 1083 കോടി രൂപയുള്ളൂ ആകെ. അതുവരെയുള്ള വർഷങ്ങൾ ഞങ്ങളുണ്ടാക്കിയ കടമല്ല, ഞങ്ങൾ കുറയ്ക്കുക ചെയ്ത്. ഇപ്പോഴത്തെ കടം എത്രയാണ്? 45,000 കോടി രൂപയാണ്. കെടുകാര്യസ്ഥതയാണ് വൈദ്യുതി ബോർഡിൽ നടക്കുന്നത്. അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് സാധാരണക്കാരാണ്. 2 പ്രാവശ്യം ഇപ്പോൾ വൈദ്യുതി ചാർജ് കൂട്ടി ഇല്ലേ? ഇപ്പം 3ാമത് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അത് ശുപാർശ ചെയ്തിരിക്കുകയാണ്. അതൊരു ശരിയായ നടപടിയല്ല. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. എന്നിട്ട് 2 കൊല്ലം മുമ്പ് CAG ചൂണ്ടിക്കാണിച്ചതാണ് അനർഹരായ ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കും. എവിടെയായിരുന്നു സർക്കാർ? അനർഹരായ ആളുകൾ ആരാണെന്ന് കണ്ടെത്താൻ സർക്കാരിന് എളുപ്പമാണ്. ശമ്പളം പറ്റുന്ന ജീവനക്കാർ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നുണ്ടോ? അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ട്. സ്പാർക്കിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട്. സേവന കമ്പയർ ചെയ്ത് നോക്കിയാൽ അപ്പം അറിയാൻ പറ്റും. അപ്പം 100 കണക്കിന് ആളുകൾ മേടിക്കുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ്. സർക്കാരിൻ്റെ ശമ്പളം കൈപ്പറ്റിയിട്ട് അതേ സമയത്ത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം നടത്തിയ ആളുകളെ സംരക്ഷിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതേ അവസരത്തിൽ എയ്ഡഡ് സ്കൂളിൽ 3 വർഷം മുമ്പ് അപ്പോയിൻമെൻറ്റ് കിട്ടിയ അധ്യാപകരുടെ സ്ഥിര നിയമനം കിട്ടിയ ആളുകളുടേത് റദ്ദ് ചെയ്ത് ഡെയിലി വേജസ് ആക്കാൻ വേണ്ടിയുള്ള തീരുമാനം. എന്ത് തലതിരിഞ്ഞ തീരുമാനങ്ങളാണ് ഈ ഗവൺമെൻറ് എടുക്കുന്നത്?
ഏതെങ്കിലും കാലത്ത് കേട്ടിട്ടുണ്ടോ? 3 കൊല്ലം മുമ്പ് സ്ഥിരപ്പെടുത്തിയ, കഴിഞ്ഞ 3 കൊല്ലമായി എയ്ഡഡ് സ്കൂളിൽ വേക്കൻസി വന്ന്, റിട്ടയർമെന്റ് വേക്കൻസി വന്ന് സ്ഥിരപ്പെടുത്തിയ ആളുകളെ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ സ്ഥിരം ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അവരെ ഇപ്പോൾ ഡെയിലി വേജസ് ആക്കി മാറ്റുകയാണ്. ഈ ഗവൺമെന്റ് അല്ലാതെ ഇത്രയും തലതിരിഞ്ഞ തീരുമാനം വേറെ ആരാ എടുക്കുന്നത്? ഉറപ്പായിട്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി CPIM ഒരു ജീർണതയിലൂടെ കടന്നു പോവുകയാണ്. ഒട്ടേറെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ അസംതൃപ്തിയിലാണ്. തങ്ങൾക്ക് വോട്ട് ലഭിക്കുന്നുണ്ട് എന്നതുൾപ്പെടെ വിവിധ വിഷയങ്ങളിലുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമാണ് തത്സമയം പ്രേക്ഷകർ കണ്ടത്.